ഹലോ, SBI പ്ലാറ്റിനം ജൂബിലി ആശാ സ്കോളർഷിപ്പ് 2026 ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. 9ാം ക്ലാസ് മുതൽ PG തലം വരെ പഠിക്കുന്ന ഉയർന്ന മാർക്ക് നേടി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുക. അഥവാ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, കോളേജ് വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം. 9, 10, +1, +2 വിദ്യാർത്ഥികളിൽ കഴിഞ്ഞ വർഷം 75% മാർക്കിൽ കുറയാത്തവർക്ക് 15,000 രൂപ വരെ സ്കോളർഷിപ്പ് ലഭിക്കാം. കുടുംബ വാർഷിക വരുമാനം 3 ലക്ഷം കവിയാൻ പാടില്ല. 75% മാർക്കിൽ കുറയാത്ത കുടുംബ വാർഷിക വരുമാനം 6 ലക്ഷത്തിൽ താഴെയുള്ള ഡിഗ്രി വിദ്യാർത്ഥികൾക്കും 75,000 രൂപ സ്കോളർഷിപ്പ് ലഭിക്കും. PG വിദ്യാർത്ഥികൾക്ക് 1.5 ലക്ഷം രൂപയും മെഡിക്കൽ IIT വിദ്യാർത്ഥികൾക്ക് 2 ലക്ഷം രൂപ വീതവും സ്കോളർഷിപ്പ് ലഭിക്കാവുന്നതാണ്. IIM വിദ്യാർത്ഥികൾക്ക് 5 ലക്ഷം വരെയും സ്കോളർഷിപ്പ് ലഭിക്കും. അപേക്ഷ പൂർണ്ണമായും ഓൺലൈൻ സംവിധാനത്തിലൂടെയാണ് ബന്ധപ്പെട്ടവർ ക്രമീകരിച്ചിരിക്കുന്നത്. അപേക്ഷ സമർപ്പണം തികച്ചും സൗജന്യമാണ്. എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. SBIയുടെ വെബ്സൈറ്റായിട്ടുള്ള സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വെബ്സൈറ്റായിട്ടുള്ള SBI ആശാ സ്കോളർഷിപ്പ് .co.in എന്ന വെബ്സൈറ്റിലൂടെ പ്രവേശിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികൾ അപേക്ഷാ സമർപ്പണം പൂർത്തിയാക്കേണ്ടത്. ഇതാണ് അതിൻ്റെ പ്രധാന വിൻഡോ, സ്കോളർഷിപ്പിന് അപേക്ഷിക്കാനുള്ള പ്രധാന വിൻഡോ. അതിൻ്റെ വലതുഭാഗത്ത് മുകളിൽ അപ്ലൈ നൗ എന്ന ലിങ്കിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അപേക്ഷകർ ആദ്യം ചെയ്യേണ്ടത് ക്രിയേറ്റ് അക്കൗണ്ട്. ഇവിടെ മുകൾ ഭാഗത്ത് പേര് കൃത്യമായിട്ട് ആധാറിലുള്ളതുപോലെ തന്നെ തെറ്റാതെ എൻട്രി ചെയ്ത് തൊട്ടുതാഴെ ഇമെയിൽ ID നൽകി ബന്ധപ്പെട്ട പാസ്വേഡ് 2 പ്രാവശ്യം നൽകി. ആദ്യം ഇവിടെ പാസ്വേഡ് അടിച്ച് അതേ പാസ്വേഡ് തന്നെ വീണ്ടും ഇവിടെ കൺഫേം ചെയ്തുകൊണ്ട് തൊട്ടുതാഴെ കാണുന്ന 2 ബബിൾ ടിക്ക് ചെയ്ത് താഴെ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന ലിങ്കിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട അപേക്ഷാ സമർപ്പണം ആരംഭിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് വിദ്യാർത്ഥികൾ തയ്യാറാക്കി വയ്ക്കേണ്ട രേഖകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിലൊന്ന് മാർക്ക് ലിസ്റ്റ്, രണ്ടാമത്തേത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, വിദ്യാർത്ഥിയുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, മൂന്നാമത്തേത് ആധാർ കാർഡ്, നാലാമത്തേത് ഇൻകം സർട്ടിഫിക്കറ്റ്, നിർബന്ധമായും വിദ്യാർത്ഥികൾ ഇൻകം സർട്ടിഫിക്കറ്റ് അറ്റാച്ച് ചെയ്യേണ്ടതാണ്. അഞ്ചാമത്തേത് രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ, ആറാമത്തേത് കോപ്പി ഓഫ് ബാങ്ക് പാസ്ബുക്ക്, വിദ്യാർത്ഥിക്ക് സ്വന്തമായി ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. ഏഴാമത്തേത് അഡ്മിഷൻ പ്രൂഫ്, വിദ്യാർത്ഥി ഏത് സ്ഥാപനത്തിലാണ് പഠിക്കുന്നത് എന്നുള്ളതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രിൻസിപ്പളുടെ ഭാഗത്തു നിന്ന് അതല്ലെങ്കിൽ ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്ന് ഒരു ലെറ്റർ നിർബന്ധമായിട്ട് വേണം. അതോടൊപ്പം തന്നെ ലേറ്റസ്റ്റ് ഫീസ് അടച്ച റെസിപ്റ്റ് നിർബന്ധമായിട്ടും ആവശ്യമുണ്ട്. അഥവാ ഫീസ് അടച്ചിട്ടില്ല എങ്കിൽ, അഥവാ പൂർണ്ണമായിട്ടും സൗജന്യമായ കോഴ്സിനാണ് വിദ്യാർത്ഥികൾ പഠിക്കുന്നത് എങ്കിൽ നിർബന്ധമായിട്ടും ആ കുട്ടിക്ക് ഫീസ് ഇല്ല എന്ന് സാക്ഷ്യപ്പെടുത്തിയ ഒരു സാക്ഷ്യപത്രം നിർബന്ധമായിട്ടും സ്ഥാപന മേധാവിയിൽ നിന്ന് വാങ്ങേണ്ടതാണ്. 9ാമത്തേത് ഇമെയിൽ ID. ഇങ്ങനെ പ്രധാനമായിട്ടും 9 കാര്യങ്ങൾ തയ്യാറാക്കിയതിന് ശേഷം മാത്രമാണ് വിദ്യാർത്ഥികൾ ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ വേണ്ടി ഇരിക്കേണ്ടത്. ഏതായാലും വളരെ എളുപ്പത്തിൽ തന്നെ ഈ ബന്ധപ്പെട്ട രേഖകളെല്ലാം തയ്യാറാക്കി വിദ്യാർത്ഥികൾക്ക് സ്വയം തന്നെ അല്ലെങ്കിൽ അക്ഷയ സെൻറ്റർ മുഖേനയോ ഇൻ്റർനെറ്റ് കഫെ മുഖേനയോ വിദ്യാർത്ഥികൾക്ക് സ്വയം തന്നെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതുകൊണ്ട് താല്പര്യമുള്ള വിദ്യാർത്ഥികൾ, എലിജിബിളായിട്ടുള്ള യോഗ്യരായ വിദ്യാർത്ഥികൾ 2026 സെപ്റ്റംബർ 4 അപേക്ഷാ സമർപ്പണം പൂർത്തിയാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഓക്കെ, താങ്ക് യു.